എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്താണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഭഗവാൻ ചതുർബാഹുവായി പരിശോഭിക്കുകയാണ് ഇവിടെ. പശ്ചിമ അഭിമുഖമായി പ്രതിഷ്ഠയുള്ള അപൂർവം വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദ്വാപരയുഗത്തിൽ 5000 വർഷങ്ങൾക്കും അപ്പുറത്ത് ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവവൈദ്യന്മാരുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രമാണ്. ഭഗവാനെ അത്ഭുതകൃഷ്ണനായി ഔഷധകൃഷ്ണനായിട്ടാണ് ഭക്തജനങ്ങൾ വിശേഷിപ്പിക്കാറുള്ളത്. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളാണ് ഭഗവാൻ പകർന്നു കൊടുക്കാറുള്ളത്. നൽകുന്നതെങ്കും നമ്മൾ ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നതിൻ്റെയൊക്കെ പതിന്മടങ്ങാക്കി ഭഗവാൻ തിരിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന് ഭൂമി സമർപ്പണം സമാരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന് ഒരടി ഭൂമിയെങ്കിലും സമർപ്പിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ പുണ്യമാണ് നമുക്കും നമ്മുടെ തലമുറകൾക്കും പകർന്ന് നൽകാൻ സാധിക്കുന്നത്. ഇവിടെ വരുന്ന 10000 ഭക്തജനങ്ങൾക്ക് താമസിക്കുന്നതിനും അതുപോലെ തന്നെ കുളിച്ചു തൊഴുന്നതിനുമൊക്കെയുള്ള സൗകര്യം ഒരുക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. അപ്പോൾ ഭഗവാന്റെ ഈ ഒരു ഭൂമി സമർപ്പണ യജ്ഞം ഇന്ന് സമാരംഭം കുറിച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു വരുന്ന 6 മാസത്തിനുള്ളിൽ ആ ഭൂമി നമുക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഭഗവാന്റെ ഒരു ഭൂമി സമർപ്പണ യജ്ഞം എന്ന് പറയുന്നത് വളരെ ദുർലഭമായി ലഭിക്കുന്ന ഒരു അവസരമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കും നമ്മുടെ തലമുറയ്ക്കും ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുന്ന ഈ ഒരു വലിയ യജ്ഞത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമർപ്പിച്ചതിൻ്റെയൊക്കെയും 10 മടങ്ങാക്കി ഭഗവാൻ ഭക്തജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭൂമി സമർപ്പണ യജ്ഞത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമുക്ക് സാധിക്കാൻ പറ്റുന്നത്, നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത് എത്രയാണോ അതൊക്കെയും സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ യജ്ഞത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാ വർഷവും കർക്കിടകം 16 ഇവിടെ ലോകമെങ്ങുമുള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്തി ഔഷധ സേവയിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ആ ഭക്തജനങ്ങൾക്കൊക്കെയും അവസരം ഇവിടെ വന്ന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാനെ കണ്ട് തൊഴുത് പോകുന്നതിനുള്ള അവസരം ഒരുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അതുപോലെ തന്നെ എല്ലാ മാസവും നടക്കുന്ന സൗഖ്യ അഭീഷ്ടസിദ്ധി പൂജയിലും അതുപോലെ തന്നെയുള്ള തിരുവോണ ഒക്കെ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് തലേ ദിവസം ഇവിടെ എത്തിയാൽ തങ്ങുന്നതിനുള്ള ഒരു ബൃഹത് യജ്ഞമാണ് ഇതിന് പിന്നിലുള്ളത്. എല്ലാ ഭക്തജനങ്ങളെയും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ ഭക്തജനങ്ങളെയും ഈ ഭഗവാന്റെ ഈ ഭൂമി സമർപ്പണം എന്ന വലിയ യജ്ഞത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവരെയും ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.